ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം, ബെല്ലൈക്കണം എനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നെഗറ്റീവ് എക്സ്പൊണൻസ് ആണ് കേട്ടോ. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ പോസിറ്റീവ് എക്സ്പൊണൻസേ പഠിച്ചിട്ടുള്ളൂ. പോസിറ്റീവ് എക്സ്പൊണൻസ് വെച്ചാൽ പവർ തന്നെയാണ് കേട്ടോ. അതായത് 3⁻² എന്ന് പറഞ്ഞാൽ 3 × 3 അല്ലേ. 3⁴ ആണെങ്കിൽ 3 × 3 × 3 × 3. ഓക്കെ, അപ്പോൾ ഇവിടെ പവർ ഫോം എന്ന് പറയുമ്പോഴേ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ആ സമയം ഇപ്പോൾ 4 × 3 ആണെങ്കിൽ ദാറ്റ് മീൻസ് 4 × 3, ദാറ്റ് ഈസ് 4 × 3 അല്ലെങ്കിൽ 3 × 4 എടുക്കാം നമുക്ക്. 4 × 3 ആണെങ്കിൽ 3 + 3 + 3 + 3. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് എഡീഷൻ, അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ഫോം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ റിപ്പീറ്റഡ്, ഇപ്പൊ പവർ ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റിപ്പീറ്റഡ് അഡീഷൻ. അതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എല്ലാം പവർ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫൈൻഡ് ദ വാല്യൂ, ഇതിന്റെ വാല്യൂ ഒക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ ആണെങ്കിൽ 81. പക്ഷേ ഇവിടെ പവർ നെഗറ്റീവ് വന്നാൽ വാല്യൂ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നെഗറ്റീവ് എക്സ്പൊണൻഷ്യൽ നമ്മൾ പവർ ഉണ്ടല്ലോ അല്ലേ, പവർ നെഗറ്റീവ് ആണ്, നമ്പർ പാറ്റേൺ ഉണ്ട് കേട്ടോ. 5⁴ നമുക്കറിയാം 5 × 5 × 5 × 5 ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ എന്താണ്? 5 × 5 25, 5 × 5 25 × 25 is 625. ഓക്കെ, ഇനി 5⁻³ 5⁻³ ആകുമ്പോഴത്തേക്ക് 5 × 5 × 5. ഇതെല്ലാം ശ്രദ്ധിച്ചോളാം, പവർ എല്ലാം പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ 25 × 5 is 125. ഓക്കെ, ഇനി അടുത്തത് 5⁻² is equal to 5 × 5 is equal to 25. അപ്പോൾ നമ്മുടെ നമ്പർ പാറ്റേൺ കണ്ട, ഇവിടെ എല്ലായിടത്തും 5 തന്നെയാണ്. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഇതെടുത്ത് ചെയ്യാം കേട്ടോ. ഇവിടെ പവർ നോക്കിയേ 4 3 2, ഇപ്പം അടുത്ത പവർ 1 വരും അല്ലേ, നമ്പർ പാറ്റേൺ ആണ്. അപ്പോൾ 5⁻1 is equal to എന്ന് വെച്ചാൽ 5 ഒരു പ്രാവശ്യം നമുക്ക് അറിയാം അല്ലേ, അതിന്റെ വാല്യൂ 5 തന്നെ ആണ്. അപ്പൊ ഇനി ഇവിടുത്തെ നമ്പർ പാറ്റേൺ ഒന്ന് നോക്കിയേ. ഈ 625 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടും, അതായത് 625 ഡിവൈഡഡ് ബൈ 5. ഇനി ഇവിടെ ആണെങ്കിൽ 125 ഡിവൈഡഡ് ബൈ 5. ഇവിടെ ആണെങ്കിൽ ഈ 25 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെയാണ് ഈ നമ്പർ പാറ്റേൺ ആണ് വരുന്നത്. അടുത്തത് 4 3 2 1, അടുത്തത് 0 അല്ലേ. 1 മൈനസ് ചെയ്ത് -1 - 1 0 is equal to, അപ്പൊ നോക്കി ഈ നമ്പറിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടും 5 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അവിടെ 1 കിട്ടും is equal to 1. 5⁻0 ആൻസർ 1 ആണ്. അത് നമുക്ക് അറിയാം, ഡെയിലി നമ്പർ (0 is 1). അതും ഇങ്ങനെ നമ്പർ പാറ്റേൺ വെച്ച് തന്നെയാണ് കേട്ടോ. ദാറ്റ് ഈസ് (0 is equal to 1). ഇതൊരു റൂളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഥലത്തുണ്ട്. ഇനി നമ്പർ (0), സി ഫോർ എ ഈസ് നോൺ സീറോ ഇൻറ്റിജർ. എ 0 ആയ പിന്നെ പറ്റത്തില്ലല്ലോ. ഓക്കെ, 5⁻0 1 ആയി. അപ്പോൾ 4 3 2 1, 2 - 1 1, 3 - 1 2, 2 - 1 1, 1 - 0, 1 - 0 കിട്ടോടെ. ഇവിടെ സോറി 1 അല്ലേ സബ്ട്രാക്ട് ചെയ്യുന്നത്. 4 - 1 3, 3 - 1 2, 2 - 1 1, 1 - 1 0. അടുത്ത പവർ എന്ന് പറയുന്നത് എന്തുവാണ്? 0 - 1. 0 - 1 ആൻസർ എന്തുവാണ്? -1 തന്നെയാണ്. ഓക്കെ, അതറിഞ്ഞിടാത്തവരുണ്ട് അവിടെ. അതായത് 0 നിന്ന് +1 ആണ് സബ്ട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പൊ 0 നിന്ന് സബ്ട്രാക്ഷൻ മീൻസ് അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുക, ആഡിങ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോഴത്തേക്ക് നെഗറ്റീവ്, അതല്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെ നമുക്ക് പഠിച്ചില്ല. അപ്പൊ എന്താണ് ഇവിടെ -1 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈക്വൽ ടു. അപ്പൊ എന്തായാലും ഈ മേളിലുള്ളതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ. അപ്പൊ ഇതിനെ 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുക്കാം, 1/5. ഓക്കെ, ഇപ്പൊ ഇവിടെ പവർ 1 -1 ആണ് കിടക്കുന്നത്. അപ്പൊ ഞാനിവിടെ 1 കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 1/5 തന്നെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത പവർ ഏത് വരും? 4 3 2 1 0 -1.
ഇനി അടുത്തത് -1 -1. 1 - 1 0, 2 - 1 1. അങ്ങനെ എങ്ങനെയാണ് ഇത് നമ്പർ പാറ്റേൺ ആണ് കേട്ടോ. -1 - 1 that is -2. ടീച്ചറിന്റെ ഇൻഡിജേഴ്സ് ഇതൊക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. -1 -1 that is -2. അത് ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടുന്നത് 5 - -1 ആൻസർ നമുക്ക് കിട്ടി. ഇനി 5 - -2 അപ്പൊ എന്താ ചെയ്യാനുള്ളത്? ഇതാണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. അപ്പൊ ഈ 1/5 എന്ന ആൻസറിനെ ഡിവൈഡഡ് ബൈ 5 എല്ലാം അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്, /5 ഓക്കെ. അപ്പം ഇനി നമ്മള് ഫ്രാക്ഷന്റെ ഡിവിഷൻ വരുമ്പോഴത്തേക്ക് എന്തോ ചെയ്യുന്നത്, 1/5 ഒരു ചേഞ്ച് ഇല്ലാതെ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5 means 5/1 that is 1/5. ആൻസർ എന്താ കിട്ടും, പ്രോഡക്റ്റ് ന്യൂമറേറ്റർ പ്രോഡക്റ്റ് ഡിനോമിനേറ്റർ that is 1/5 × 5 5² കൊടുക്കും. നമുക്കിവിടെ പവർ ഫോമിന്റെ വേണ്ടത്. ഓക്കെ, ഇപ്പൊ 1/5 ഡിവൈഡഡ് ബൈ 5ന്റെ ആൻസർ നമുക്ക് കിട്ടിയത് 1/5² is equal to 1/5². ഓക്കെ, അപ്പൊ നോക്കിയേ, ഞാനതൊന്ന് അടുത്തോട്ട് എഴുതിയാണേ. ഇതിന്റെ ആൻസർ 1/5 ആണ്, 5/1 കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ആൻസർ 1/5² ആണ്. അപ്പം നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 5 - -1 is 1/5/1, 5 - -2 is 1/5/2. ഇനി വീണ്ടും നമുക്ക് സാധ്യതയില്ലേ, ഒരെണ്ണം കൂടെ എടുക്കാമേ. 5 - -3 ആണെങ്കിലോ ഈ 1/5² വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1/5² ഇൻറ്റു 1/5. അപ്പം 1 × 1 1, 5² × 5 is 5/2 + 1 3, 5/3 കിട്ടും. ഓക്കെ, അപ്പൊ 5/3 is equal to 1/5/3. എന്ത് പിടിയിട്ടേ നിങ്ങൾക്ക് ഇവിടെ പവർ നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ ഈ 1/, ഇട്ടാൽ 1/, ഇടുമ്പോൾ നമ്മൾ എപ്പോഴും റെസിപ്രോക്കലിനാണ് 1/, ഇടുന്നത്. അതായത് നമുക്ക് നോക്കാമല്ലോ, C5ന്റെ റെസിപ്രോക്കൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, 1/5 അല്ലേ കൊടുക്കുന്നത്. അതായത് 5/1 ആണ്, അതങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കും, മറിച്ചിട്ട് കൊടുക്കും അല്ലേ, 1/5. ഓക്കെ, ഇപ്പൊ 5/-3 -3 എന്ന് പറഞ്ഞാൽ 1/5/3. ഇത് നമുക്ക് പിന്നീട് പറയാല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാല് 1/, ഇട്ട് 1/, വന്നാൽ പവർ അങ്ങ് പോസിറ്റീവ് ആകും. ഇവിടെ 1/, വന്നാൽ പവർ പോസിറ്റീവ് ആകും. ബേസ് സെയിം തന്നെയാണ്. ഓക്കെ, ബേസിന് മാറ്റമൊന്നും വരുന്നില്ല. ഇവിടെ 1/, ഇട്ടാൽ പവർ പോസിറ്റീവ് ആകും. ഇത്ര കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ 5 - -2ന്റെ ഫൈൻഡ് ദ വാല്യൂ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പവർ പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, 1/5² എന്ന് കൊടുക്കാം. 1/5² എന്ന് കൊടുത്താല് 1/25 ആൻസർ കിട്ടുമല്ലോ. ഇനി നമുക്ക് ജനറലായിട്ട് എഴുതാമല്ലോ. ഫോർ എനി നോൺ സീറോ ഇൻറ്റിജർ a -m is equal to 1/e⁻m. ഓക്കെ, നോൺ സീറോ ഇൻറ്റിജർ നോൺ സീറോ ആയിരിക്കണം, നോൺ നെഗറ്റീവ് ആയിരിക്കണം കേട്ടോ. അപ്പൊ a⁻m, അപ്പൊ ഈ 1/, ഇട്ടാൽ ഈ പവർ ഒന്ന് പോസിറ്റീവ് ആകും. ഇത്ര കാര്യമേ ഉള്ളൂ. ഓക്കെ, a⁻m is equal to 1/e⁻m. ഇനി നോക്കിയാണ്ട് നമ്മള് ഇനി റെസിപ്രോക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് റെസിപ്രോക്കൽ ഓഫ് 2/3 ആൻഡ് റെസിപ്രോക്കൽ 3/2 ആണ്. എന്ന് വെച്ചാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടണം. ഓക്കെ, അപ്പൊ ഇനി a⁻m a⁻m കൂടെ എടുത്ത് നോക്കിയേ. a⁻m ഞാനിപ്പോ പറയാം. അതേപോലെ ഇപ്പൊ 2/3ന്റെ റെസിപ്രോക്കൽ ആണ് 3/2. തിരിച്ചും പറഞ്ഞൂടെ, 2/3ന്റെ റെസിപ്രോക്കൽ ആണ് 3/2, 3/2ന്റെ റെസിപ്രോക്കൽ ആണ് 2/2. രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പൊ ഇത് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ ഞാൻ 5⁻2 5⁻2 എഴുതുന്നു. അപ്പൊ 5⁻2 എന്ന് പറഞ്ഞാല് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇവിടെ, 5⁻2 × 5⁻2 is equal to 5⁻2 + 2 0. 5⁻0 എന്താ വാല്യൂ 1 അല്ലേ. അപ്പം 5⁻2 -2ന്റെ റെസിപ്രോക്കൽ 5⁻2 ആണ്. 5⁻2ന്റെ റെസിപ്രോക്കൽ 5⁻2 ആണ്. ഓക്കെ, നമ്മൾ 5⁻2 -2ന്റെ വാല്യൂ എഴുതുമ്പോഴത്തേക്ക് 1/5² എന്ന് കിട്ടും.
ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അതേസമയം 5 -2 റെസിപ്രോക്കൽ 5:2 ആണ്. 5:2 റെസിപ്രോക്കൽ 5:2 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ട്രൈ ദീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Find the multiplicative inverse of the following എന്നാണ് കേട്ടോ. Find the multiplicative inverse. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് റെസിപ്രോക്കൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2⁻⁻4 ആണ്. 2⁻⁻4. ഓക്കെ, അപ്പൊ 2⁻⁻4ന്റെ റെസിപ്രോക്കൽ ഒരു കാര്യം ചെയ്താലേ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാമേ. അപ്പൊ 2⁻⁻4 ഈസ് ഈക്വൽ ടു 1/2⁴ ആണ്. സംശയമൊന്നുമില്ലല്ലോ, നമ്മൾ നമ്പർ പാറ്റേൺ വെച്ച് പഠിച്ചതാണ്. 2⁻⁻4 എന്ന് പറഞ്ഞാൽ 1/2⁴. അപ്പൊ ഇനി ഇതിന്റെ റെസിപ്രോക്കലാണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ഇട്ടാൽ മതി. ദാറ്റ് ഈസ് 1/1/2⁴. അപ്പൊ നോക്കിയേ, ഇനി നമ്മൾ ഇവിടെ ഇൻറ്റു കൊടുക്കുകയാണെങ്കിൽ 2⁴ അങ്ങോട്ട് മേളിൽ വരും. 2⁴/1. അപ്പൊ ആൻസർ 2⁴ തന്നെ കിട്ടത്തില്ലേ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളതെന്ന് പറഞ്ഞാല് 2⁻⁻ റെസിപ്രോക്കൽ ഓഫ് 2⁻⁻4 is equal to 2⁴ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുമല്ലോ. 2⁻⁻4 into 2⁴ is equal to 2 to the first law, which is laws of exponential first law. -4 plus 4 is equal to 2�0. Any number raised to the power 0 is 1. Okay. അപ്പൊ അതിൽ ഡൗട്ട് വരരുത്. 2⁻⁻4 നമുക്ക് 1 ഇട്ടാൽ പോസിറ്റീവ് പവറിലോട്ട് കിട്ടും. പക്ഷെ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് റെസിപ്രോക്കൽ ഓഫ് 2⁻⁻4 ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ, അപ്പൊ ഇവനായിട്ട് മറിച്ചിട്ടാൽ മതി. 2⁴/1 2⁴. പൊടിയിട്ടാണ്. ഓക്കെ, ഓഫ് 2⁻⁻4 is equal to 2⁴ എന്ന് തന്നെ എഴുതാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് 10⁻⁻5. 10⁻⁻5. അപ്പൊ അറിയാവുന്നവര് റെസിപ്രോക്കൽ ഓഫ് 10⁻⁻5 is equal to 10⁻⁵. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം. അങ്ങനെ ഓർമ്മിച്ചാലും മതി. അതല്ലെങ്കിൽ പിന്നെ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യണം? 10⁻⁵ എന്ന് പറഞ്ഞാൽ 1/10⁵ ആണ്. ഇതിന്റെ റെസിപ്രോക്കലാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ 10⁵/1 മീൻസ് 10⁵. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് 7⁻⁻2ന്റെ നിങ്ങൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് തന്നെ എഴുതണം. 7⁻2 ആണ്. 5⁻3 is equal to കൊടുക്കരുത്, റെസിപ്രോക്കൽ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈസ് 5⁻3. ഓക്കെ, 10⁻⁻100. 10⁻⁻100 and reciprocal or multiplicative inverse is 10⁻100. നിങ്ങൾ ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് രണ്ടെണ്ണവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടണം. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. പക്ഷേ ഇപ്പൊ 10⁻⁻100ന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1/10⁻100 ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നെഗറ്റീവ് പവർ മാറ്റണമെങ്കിൽ നമുക്ക് 1 ഇട്ടാൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ മതി. വീണ്ടും അതിന്റെ റെസിപ്രോക്കലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.